വെളിമാനം ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SFIയും DYFIയും സ്കൂളിലേക്ക് സംയുക്തമായി മാർച്ച് നടത്തി. ചെറിയൊരു വിഷയത്തിൽ വിദ്യാർത്ഥിയെ ചില അധ്യാപകർ നിരന്തരമായി ഭീഷണിപ്പെടുത്തിയതാണ് വിദ്യാർത്ഥി ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് DYFIയും SFIയും ആരോപിച്ചു. മാർച്ച് സ്കൂളിന് മുന്നിൽ വെച്ച് ആറളം പോലീസ് തടഞ്ഞു. DYFI ജില്ലാ ഖജാൻജി അഡ്വക്കേറ്റ് KG ദിലീപ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരെയും ഇടതുപക്ഷക്കാരെയുമെല്ലാം ഈ നാട്ടിലെ കുറച്ച് ആളുകളെ അണിനിരത്തി നേരിട്ട ചരിത്രം നമുക്ക് ഓർമ്മയുണ്ട്. SFIയുടെ സമരം വന്നാൽ മണിയടിച്ച ആളെ കൂട്ടി ആ സമരത്തെ അടിച്ചോടിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഈ കാലം മാറി. അതൊന്നും ഇനി ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഒരു കുഞ്ഞു മരിച്ചപ്പോ അതിനെ തെറ്റ് ചെയ്ത ആളുകളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷാ നടപടിക്ക് വിധേയമാക്കി ഈ സമൂഹത്തോട് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്, ഈ സ്കൂളിനുണ്ട്, ഈ സ്കൂളിലെ അധികാരികൾക്കുണ്ട്. കാരണം നിങ്ങളുടെ സ്കൂൾ പ്രവർത്തിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചിട്ടാണ്. ഈ സ്കൂൾ നിങ്ങളുടെ സ്വന്തമൊന്നുമല്ല. നിങ്ങൾക്ക് ഇതിന്റെ മാനേജ്മെന്റ് അവകാശം ഉണ്ടാവും. പക്ഷേ ഈ സ്കൂളിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് സർക്കാരാണ്. ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ്. ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചിട്ടാണ് ഇവിടെയുള്ള അധ്യാപകർ ശമ്പളം വാങ്ങുന്നത്. SFI ഏരിയ സെക്രട്ടറി അശ്വിൻ കാരായി അധ്യക്ഷത വഹിച്ചു. DYFI SFI നേതാക്കളായ KM സിദ്ധാർത്ഥദാസ്, KK സനീഷ്, അശ്വിനി കാരായി, ആദർശ്, AV അനീഷ്, മുഹമ്മദ് റംഷാദ് എന്നിവർ സംസാരിച്ചു. നേതാക്കളുടെ പ്രസംഗത്തിനിടയിൽ ഒരു വിഭാഗം പ്രവർത്തകർ സ്കൂളിൻ്റെ ബോർഡ് തകർത്തു. പോലീസ് നേതാക്കളും ഇടപെട്ട് പ്രവർത്തകരെ ശാന്തമാക്കി. നാട്ടുകാരെ അറിഞ്ഞില്ലേ? വിദ്യാർത്ഥികളെ അറിഞ്ഞില്ലേ? വെളിമാനത്തൊരു സ്കൂളിൽ അധ്യാപകന്റെ പീഡനത്താൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ കൊല്ലപ്പെട്ടതറിഞ്ഞില്ലേ? കുട്ടിയെ കൊല്ലാൻ കൂട്ടുനിന്ന മാനേജ്മെന്റിന്റെ മാടികളെ നിങ്ങൾക്കെതിരെ ഉയരുന്നു. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, യുവതയുടെ പ്രതിഷേധം, പ്രതിഷേധ പ്രകടനം